സന്തോഷം നമ്മുടെ ജീവിതത്തിൻ്റെ നട്ടെല്ലാണ്. എപ്പോഴും കർത്താവിൽ സന്തോഷിക്കണമെന്ന് പൗലോസ് പറയും. തൻ്റെ പ്രതികൂല വേളയിലും താൻ കർത്താവിൽ സന്തോഷം കണ്ടെത്തിയിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ, ദാരിദ്ര്യം, സമ്പന്നത, മറ്റ് പല അനുഭവത്തിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ എങ്ങനെ നമുക്ക് സന്തോഷിക്കാൻ കഴിയും? ഈ അനുഭവങ്ങൾക്കപ്പുറം കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഒരു നിത്യഭവനമുണ്ട് എന്നതിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയും. ഈ കഷ്ടങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കർത്താവ് മാറ്റിത്തരും എന്നുള്ള പ്രത്യാശയിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയും. ഈ കഷ്ടങ്ങളിലും പ്രതികൂലങ്ങളിലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എപ്പോഴും കർത്താവിൽ സന്തോഷിക്കാൻ കഴിയും. കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കും നാളവനൻ ബലം. അവനെൻ്റെ സങ്കേതം, വിശ്രമം നാൾ തോറും അവനെൻ്റെ സർവ